ഉപ്പുമാവിന് പകരം ബിരിയാണി വേണമെന്ന ഒരാവശ്യം ഒരു അംഗനവാടി വിദ്യാർത്ഥി മുന്നോട്ട് വെച്ച് നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ ശംഖുവിന്റെ ആ ആവശ്യം, ആ ആഗ്രഹം അത് സാധിക്കുകയാണ്. അംഗനവാടി കുട്ടികൾക്കുള്ള ഭക്ഷണ മെനു വനിതാ ശിശു വികസന വകുപ്പ് പരിഷ്കരിച്ചു. ഇതാദ്യമായാണ് ഏകീകൃത ഭക്ഷണ മെനു നടപ്പിലാക്കുന്നത്. ഇനി മുതൽ ബിരിയാണിയല്ല ബിരിയാണി എന്നറിയപ്പെടും. കേട്ടല്ലോ. മമ്മൂക്ക വരുമ്പോ നമുക്ക് എന്തെങ്കിലും പറയേണ്ടതുണ്ടോ? നീ പറഞ്ഞ ആ മന്ത്രിയെ കൊണ്ടുവരാൻ മാറ്റിച്ചില്ലേടാ. നീ ആ പാവ മനുഷ്യനെ കൊണ്ട് എന്ത് ചെയ്യിക്കാൻ? ഈ കുഞ്ഞു കുട്ടിയുടെ ഇന്നസെൻസിന് ഒരു മന്ത്രിസഭ വരെ ഒരു തീരുമാനം എടുക്കണമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് സച്ച് എ ബിഗ് തിങ്. ശംഖുവിന്റെ ബിർനാണി ആഗ്രഹം ചർച്ചയാക്കിയത് മാതൃഭൂമി സംഘടിപ്പിച്ച കേരള ബിരിയാണി ക്യൂൻ ഫെസ്റ്റിലാണ്. ബിർനാണിയും പൊഴിച്ച കോഴിയും. ഓക്കെ, താങ്ക് യു. ഇവൻ വന്ന് എന്റെ അടുത്ത് പറഞ്ഞ മമ്മൂട്ടിയെ കാണണമെന്നാണ്. മമ്മൂക്കാന്ന് പോലും അല്ല പറഞ്ഞേ. ഒരേ പ്രായമല്ലേ. ചിക്കൻ ബിരിയാണിയാണ് ശംഖു ചോദിച്ചത്. മെനുവിൽ മുട്ട ബിരിയാണിയാണ്. പുലാവുമുണ്ട്. 2 ദിവസം വീതം നൽകിയിരുന്ന പാലും മുട്ടയും 3 ദിവസം വീതമാക്കി മാറ്റി. അങ്കണവാടി കുട്ടികൾക്കുള്ള പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, ജനറൽ ഫീഡിംഗ് തുടങ്ങിയ അനുപൂരക പോഷകാഹാരമാണ് പരിഷ്കരിച്ചത്. പത്തനംതിട്ടയിൽ നടന്ന അങ്കണവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിലാണ് അങ്കണവാടി കുട്ടികൾക്കുള്ള പരിഷ്കരിച്ച മാതൃകാ ഭക്ഷണ മെനു മന്ത്രി വീണ ജോർജ് പ്രകാശനം ചെയ്തത്. നമുക്കൊരു മാംസാഹാരത്തിലേക്ക് കൊച്ചു കുഞ്ഞുങ്ങളായതുകൊണ്ട് പോകാൻ നമ്മുടെ അങ്കണവാടി പ്രവർത്തകർക്കും ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് ഈ മുട്ട ഉപയോഗിച്ചിട്ടുള്ള ഒരു മുട്ട ബിരിയാണി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വാർത്ത കണ്ട് ശംഖു ഹാപ്പിയായി. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. എനിക്ക് ചിക്കൻ ബിരിയാണി മതി, മുട്ട ഒന്നുമില്ലാത്ത. എനിക്ക് ചിക്കൻ ബിരിയാണി മതി. പഞ്ചസാരയുടെയും ഉപ്പിന്റെയും അളവ് കുറച്ചുകൊണ്ട് കുട്ടികളുടെ ആരോഗ്യം ഉറപ്പാക്കി പോഷക മാനദണ്ഡ പ്രകാരം വളർച്ചയ്ക്ക് സഹായകമായ ഊർജവും പ്രോട്ടീനും ഉൾപ്പെടുത്തിയാണ് പുതിയ ഭക്ഷണ മെനു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.